നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോഴത്തെ അഭിനയത്തിന് നിനക്ക് സംസ്ഥാന അവാർഡ് തരേണ്ടതാ കേട്ടോടി. അശക്കാനെ കൊണ്ട് ഓടി. അമ്പടി കേമി ഇവള് എന്താടി ഇപ്പൊ നിന്റെ ബോധക്കിടക്ക പോയാ? നേരത്തെ നിന്റെ റോള് കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് റീവൈൻഡ് ചെയ്തേ കേട്ടാ. നിന്റെ വായിന്ന് വന്ന നുരയും പതയും കൈകാലിട്ട് അടിച്ചതൊക്കെ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണട്ടെ. കാണിക്കടി കാണിക്കടി. മോളെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തെങ്കിലും കള്ളത്തിന് ഒപ്പിക്കുന്നു. ആ അപ്പം മോള് വിശ്വസിച്ചില്ല എന്നെ. ഇത് മോശമായി പോയി വീണേ. ഇവിടെയുള്ളവർക്ക് മനുഷ്യത്തുള്ളത് കൊണ്ട് നിന്നെ ഈ അവസ്ഥയിൽ കണ്ട പ്രതികരിക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ മുതലെടുക്കാൻ തോന്നുന്നുണ്ടല്ലോ നിനക്ക്. മക്കൾ ഇപ്പൊ ഈ കാഴ്ച കണ്ടില്ലായിരുന്നെങ്കിലോ? ഇന്നും നാളെയൊക്കെ മരണത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നു പറഞ്ഞ് ഇവിടെ നമ്മളെയൊക്കെ മുൾമുനയെ നിർത്തുമായിരുന്നില്ലേ? എടി എങ്ങനെയാടി ഇത്രയും അന്തസ്സില്ലായ്മ ഉണ്ടാവുന്നത്? എവിടെന്നാ നിനക്ക് ഈ ചീഞ്ഞ ബുദ്ധിയൊക്കെ കിട്ടുന്നത്? ഓ, നീ പിന്നെ അഭിനയിക്കാൻ അറിയാവുന്ന ആളാണല്ലോ. എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കുമല്ലോ. ആരെ വേണമെങ്കിലും വിശ്വസിപ്പിക്കാം. എന്തായാലും കൊള്ളാം. കുട്ടികളെ, നിങ്ങളെ ഞാനിപ്പോ സമ്മതിച്ചു തരണ്ടേ? നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം ഇവിടെ മുടക്കാൻ നോക്കിയത്. ആ എന്തായാലും ഇവിടെ പ്ലാൻ നിങ്ങളങ്ങ് മുടക്കിയല്ലോ. ആ രണ്ടിനെ ഞാൻ കാണിച്ചു തരാം. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് അതിന്റെ ദേഷ്യം പിള്ളേരോട് കാണിച്ചാലുണ്ടല്ലോ ഒന്നുമില്ല. ഒന്നാളെയും ഞാൻ എങ്ങോട്ട്? അതെ, ഇന്നത്തെ ദിവസം ഈ ഒരു അവസരം തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോടി. ഇവിടെയുള്ളവർക്ക് ഇനിയെങ്കിലും മനസമാധാനത്തോടൊന്ന് ഉറങ്ങണം. അതുകൊണ്ട് ഇനി നീ ഇവിടെ കിടക്കണ്ട കേട്ടോടി. വാ ഇവിടെ വാടി. വാടി വാടി ഇവിടെ. അങ്ങോട്ട്
ഇനി നിനക്ക് അഭിനയിക്കാനുള്ളതൊക്കെ പുറത്ത് നിന്ന് തന്നെ അങ്ങോട്ട് അഭിനയിച്ചോ. എന്നിട്ട് ഇവിടെ തന്നെ എവിടെയെങ്കിലും കൂടി ചുരുണ്ടു കൂടിക്കോ, കേട്ടോടി. ഇപ്പോഴത്തെ അഭിനയത്തിന് നിനക്ക് സംസ്ഥാന അവാർഡ് തരേണ്ടതാ, കേട്ടോടി. നശിക്കാനെ കൊണ്ട് അച്ഛാ, 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 ഓടി. അച്ഛാ, അച്ഛാ, കഥ തുറക്ക്, തുറക്കാൻ. അച്ഛാ, എടേ, അച്ഛൻ. ഇനി നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോകരുത്. കേട്ടാലുണ്ടല്ലോ ഈ പറമ്പിൽ നിന്ന് തന്നെ പുറത്താക്കും. ആ കണ്ടിട്ട് ഞാൻ വല്ലാതെ പേടിച്ചു. അതാണല്ലോ അവളുടെ വിജയം. ഡാ, കുഞ്ഞുങ്ങൾ ഈ കാഴ്ച കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഞങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ വീണാമ്മ അകത്തേക്ക് കയറി വന്നു. ഞങ്ങള് പേടിച്ചവിടെ ഒളിച്ചിരിക്കായിരുന്നു. നന്നായി മക്കളെ. ദേ, ഒരു കാര്യം ഞാൻ ഇന്നത്തോളം പറയാം. ആരൊക്കെ തടസ്സം നിൽക്കാൻ നോക്കിയാലും നാളത്തെ കല്യാണം മുടങ്ങില്ല. അതെ, അത് ഈശ്വര നിശ്ചയവാ. ഭഗവാനെ, ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാലെങ്കിലും ഒരാശ്വാസം കിട്ടുമോ? അമ്മേ, നീ റെഡിയായോ? വാ, ഇന്ന് ഇറങ്ങാം. ഏട്ടൻ എവിടെയാണെന്ന് ഒരറിവില്ലല്ലോ. കാണാത്തപ്പോ എന്തോ വല്ലാത്തൊരു പേടി. എവിടെയായാലും ഇന്ന് ഈ കാര്യം കഴിയുന്നതുവരെ അവനെ തടഞ്ഞു നിർത്താൻ ദൈവത്തിന് തോന്നട്ടെ. അമ്മ, പുറപ്പെടലാം. ഇറങ്ങാം ശരവണ. ഞാനും നീയും രാമകൃഷ്ണേട്ടനുമായി ഒരു കാറിൽ ആദ്യം അങ്ങ് പോവാം. ശരി അമ്മ. അവിടെ നമ്മൾ ചെന്ന് എല്ലാം സെറ്റ് ചെയ്യുമ്പോഴേക്കും നിത്യയും ഹരിയും അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ. അപ്പടിയാവട്ടോ അമ്മ. அம்மா பயந்தா எப்படி அம்மா? நம்ம தைரியமா இருக்க வேண்டாமா? ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. തോറ്റുപോയാ അത് മരണത്തിന് തുല്യമാണ്. അമ്മ പോകലമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.